ഹരേ കൃഷ്ണ. എങ്ങനെയായിരിക്കണം ഒരു ഉത്തമ ജീവിത പങ്കാളി എന്ന് പറയുന്നത്? നമ്മുടെ കുറവുകളെ കുറവുകളായി തന്നെ അംഗീകരിച്ച് നമ്മോടൊപ്പം ആ കുറവുകൾ പരിഹരിക്കാൻ പ്രാപ്തരാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു ഉത്തമ ജീവിത പങ്കാളി. നമ്മുടെ ഇതിഹാസമായ മഹാഭാരതം തന്നെ അതിനൊരു വലിയ ഉദാഹരണം നൽകുന്നുണ്ട്. ഗാന്ധാരി ദേവിയും കുന്തി ദേവിയും രണ്ട് പ്രഗത്ഭരായ വ്യക്തികളുടെ ഭാര്യമാരാണ് അവര്. ഗാന്ധാരി ദേവി ധൃതരാഷ്ട്ര മഹാരാജാവിന്റെ ഭാര്യയും കുന്തി ദേവി പാണ്ഡു മഹാരാജാവിന്റെ ഭാര്യയുമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാലേ, ധൃതരാഷ്ട്ര മഹാരാജാവ് അന്ധനാണ്. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന് വളരെ വലിയ കഴിവുകളുണ്ട്. അദ്ദേഹത്തിന്റെ ബാഹുബലം വളരെയധികം കേൾവിപ്പെട്ടതാണ്. ഗാന്ധാരി ദേവി അദ്ദേഹത്തിന് വിവാഹം കഴിക്കുന്ന സമയത്ത് എന്താണ് ചെയ്തത്? കാഴ്ചയുള്ള ദേവിയാണ് അവർ. എന്നിട്ട് പോലും അവരുടെ കണ്ണുകളെ ബന്ധിച്ച് സ്വയം അന്ധതയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് 100 പുത്രന്മാർക്ക് ജന്മം കൊടുക്കുകയും ഈ 100 പുത്രന്മാരെ നയിക്കുന്നത് ഗാന്ധാരി ദേവിയുടെ സഹോദരനായ ഗാന്ധാര മഹാരാജാവായ ശകുനി തന്നെയാണ്. സ്വയം അന്ധതയിലേക്ക് പ്രവേശിക്കുന്നതിലൂടെ പുത്രന്മാർ ചെയ്യുന്ന ശരി തെറ്റുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, പുത്രന്മാരുടെ പ്രവർത്തികൾ എന്താണെന്ന് പോലും ഗാന്ധാരി ദേവിക്ക് മനസ്സിലാകുന്നില്ല. പുത്രവാത്സല്യത്തിന്റെ അന്ധതയിലും ധൃതരാഷ്ട്ര മഹാരാജാവിനും തന്റെ പുത്രന്മാരെ ഒട്ടും തന്നെ ശ്രദ്ധിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ അവരുടെ പുത്രന്മാരെ വളരെ മോശം വഴിയിലേക്ക് പോവുകയും, അതായത് ദുര്യോധനാദികൾ വളരെയധികം അധർമ്മത്തിന്റെ വഴിയിലേക്ക് പോവുകയും തുടർന്ന് ദാരുണാന്ത്യത്തിൽ എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ മറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഗാന്ധാരി ദേവിക്ക് ഭഗവാൻ കാഴ്ചശക്തി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ കണ്ണുകളെ സ്വയം ബന്ധിക്കാതെ തന്റെ പതിക്ക് കാണാൻ സാധിക്കാത്ത കാര്യങ്ങൾ തന്റെ ദൃഷ്ടിയിലൂടെ നോക്കി പതിക്ക് ഒരു വഴികാട്ടിയായി മാറേണ്ട ആളാണ് ഗാന്ധാരി ദേവി. പ്രവൃത്തി അവിടെ ഏറ്റെടുത്ത് ആ ധർമ്മം അവിടെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാതെ താൻ തന്റെ കണ്ണുകളെ ബന്ധിച്ച് സ്വയം അന്ധതയിലേക്ക് പ്രവേശിക്കുകയും ഭഗവാൻ തരുന്ന ആ ഒരു വലിയ സിദ്ധിയാണ് കാഴ്ച. ആ കാഴ്ചയെ നിരസ്കരിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്ത് കുന്തി മാതാവുണ്ട്. പാണ്ഡു മഹാരാജാവിന്റെ മരണത്തിന് ശേഷം മാദ്രി ദേവിയും പാണ്ഡു മഹാരാജാവിനോടൊപ്പം തന്നെ മരണം പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ കുന്തി ദേവി അന്ന് 5 കുട്ടികളെ ഓർത്ത് മാത്രം തന്റെ ജീവൻ നിലനിർത്തി ആ 5 പേർക്ക് വേണ്ടി, ആ 5 പുത്രന്മാർക്ക് വേണ്ടി ജീവിക്കുകയും തുടർന്ന് ആ 5 പുത്രന്മാരെ മഹാരഥന്മാരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ കുന്തി ദേവി ഒരേ സമയം ഒരു ഉത്തമമായ ജീവിത പങ്കാളിയുടെയും ഒരു ഉത്തമമായ മാതാവിന്റെയും കർമ്മമാണ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. പാണ്ഡു മഹാരാജാവിന്റെ അഭാവത്തിൽ തന്റെ കുഞ്ഞുങ്ങളെ വളരെ ശ്രദ്ധയോടെയും വളരെ ധാർമ്മിക ബോധത്തോടും കൂടെയാണ് ഒരു അമ്മ എന്ന നിലയിലും വളർത്തുന്നത്. ഉത്തമമായ ജീവിത പങ്കാളിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് തന്റെ പങ്കാളിയെ അദ്ദേഹത്തിന്റെ കുറവുകളോട് കൂടെ തന്നെ അംഗീകരിക്കുകയും ആ കുറവുകൾ നികത്താനായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്യുകയും ചെയ്യുന്നത്, ശ്രമങ്ങൾ ജീവിതത്തിൽ എടുക്കുകയും ചെയ്യുന്നത്. ഇനി രണ്ടാമതായി നമ്മുടെ ഇതിഹാസമായ രാമായണത്തിൽ നിന്ന് ഒരു ഉദാഹരണം ശേഖരിച്ച് നമുക്കൊരു കാര്യം പറയാം. കൈകേയി ദേവി, ദശരഥ മഹാരാജാവിന്റെ 3 പത്നിമാരിൽ ഒരാളാണ് കൈകേയി ദേവി. വളരെയധികം സൗന്ദര്യവതി, മാത്രമല്ല സർവ്വകലകളിലും വളരെയധികം പ്രാവീണ്യം നേടിയ ഒരു ദേവി തന്നെയാണ് കൈകേയി ദേവി. ദശരഥ മഹാരാജാവ് കൊടുത്ത വരദാനത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കാതെ അതിനെ സ്വാർത്ഥമായ രീതിയിൽ ഉപയോഗിച്ചതാണ് കൈകേയി ദേവി ചെയ്ത ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്. യുക്തി അനുസരിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ മറ്റൊരു വ്യക്തിയുടെ വാക്കുകൾ വിശ്വസിച്ച് മാത്രം തന്റെ ജീവിതം നയിച്ച വ്യക്തിയാണ് കൈകേയി ദേവി. തന്റെ ദാസിയായ മന്ധരയുടെ ഹീനമായ വാക്കുകൾ, ദുഷിച്ചമായ വാക്കുകൾ മാത്രം വിശ്വസിച്ച് തന്റെ ജീവിതത്തെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി അങ്ങനെ ആ ജീവിതത്തിൽ വലിയൊരു കുറ്റബോധം പേറി ജീവിതം ജീവിക്കേണ്ട ഒരു അവസ്ഥ വരെ എത്തിയ സ്ത്രീയാണ് കൈകേയി ദേവി. കൈകേയി ദേവിയുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പങ്കാളിയെ പൂർണ്ണമായി മനസ്സിലാക്കാനായിട്ടുള്ള എല്ലാ ശ്രമവും ജീവിതത്തിൽ നടത്താം എന്നതാണ്. കാരണം മുഴുവനായിട്ട് ഒരു വ്യക്തിയെ ആർക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല, അത് ഏറ്റവും വലിയ സത്യം തന്നെയാണ്. പക്ഷേ നമ്മുടെ പങ്കാളിയെ അവരുടെ ഭാഗത്ത് നിന്നും കൂടെ ചിന്തിച്ച് അവരെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ശ്രമമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നടത്തേണ്ടതാണ്. ഒരിക്കലും നമ്മുടെ പങ്കാളിയെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ ബാധിക്കുന്ന തീരുമാനങ്ങൾ ഒരിക്കലും മറ്റൊരു വ്യക്തിയെ ആസ്പദമാക്കി അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ വാക്കുകളെ മാനിച്ച് എടുക്കാതിരിക്കുക. കാരണം നമ്മുടെ പങ്കാളിയോടൊത്തും നമ്മുടെ മക്കളോടൊത്തും ജീവിക്കുന്നത് നമ്മൾ മാത്രമാണ്. അവരെ പൂർണ്ണമായി മനസ്സിലാക്കി മാത്രം തീരുമാനങ്ങൾ ജീവിതത്തിൽ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി മൂന്നാമതായി, നമ്മുടെ പങ്കാളിയുടെ സുഖത്തിലും ദുഃഖത്തിലും അവരോടൊത്ത് ഒരു കൈത്താങ്ങായി നിൽക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കേണ്ടതാണ്. അതിന്റെ ഉത്തമമായ ഉദാഹരണം നമ്മുടെ ഇതിഹാസമായ മഹാഭാരതം, രാമായണവും നമ്മളിൽ നൽകുന്നതാണ്. ദ്രൗപദി, അഗ്നിയിൽ നിന്നുണ്ടായ ദേവിയാണ് ദ്രൗപദി ദേവി. എന്നിട്ട് പോലും പഞ്ചപാണ്ഡവരോടൊത്ത് വനവാസ കാലഘട്ടത്തിലും എല്ലാ സുഖദുഃഖങ്ങളിലും ദ്രൗപദി അവരോടൊപ്പം, അവരിൽ ഒരാളായി അവരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. ഇതേപോലെ തന്നെയാണ് രാമായണം പരിശോധിച്ചാലും സീതാദേവി വളരെ വലിയ രാജ്യമായ മിഥിലയുടെ രാജ്ഞി തന്നെയാണ്. അതായത് മിഥിലയുടെ രാജനായ ജനകന്റെ പുത്രിയാണ് ജാനകി. അത്ര വലിയൊരു നഗരത്തിൽ നിന്ന് വന്നിട്ട് പോലും ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ കാൽനട
വന്നടയാൽ ഭഗവാന്റെ കൂടെ കൂടിയ ഒരു ആള് തന്നെയാണ് സീതാദേവി എന്ന് പറയുന്നത്. സുഖത്തിലും ദുഃഖത്തിലും നമ്മുടെ പങ്കാളിയോട് ഒത്ത് ചേർന്ന് നിൽക്കുക, അവർക്ക് ശക്തി നൽകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. ഇനി അവസാനമായി മറ്റൊരാളെയും കൂടെ പരിചയപ്പെടുത്താം, ഹിഡുംബി. ഭീമസേനന്റെ ഭാര്യയാണ് ഹിഡുംബി എന്ന് പറയുന്നത്. ഹിഡുംബൻ എന്ന പേരുള്ള അസുരന്റെ സഹോദരിയാണ് ഹിഡുംബി. ഹിഡുംബനെ വധിച്ചതിന് ശേഷമാണ് ഹിഡുംബിയെ ഭീമസേനൻ വിവാഹം കഴിക്കുന്നത്. ഭീമസേനോടുള്ള വളരെ വലിയ ഇഷ്ടം കാരണം കൊണ്ടാണ് കുന്തി ദേവിയോട് ഹിഡുംബി വളരെ വലിയ രീതിയിൽ ഭീമസേനനെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിച്ച് പറയുന്നത്. അങ്ങനെ കുന്തി ദേവിയാണ് മുന്നിട്ട് നിന്ന് ഭീമസേനന്റെയും ഹിഡുംബിയുടെയും വിവാഹം നടത്തി കൊടുക്കുന്നത്. നമ്മുടെ പങ്കാളിയെ അകമഴിഞ്ഞ് സ്നേഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. രൂപത്തിലും ആകാരവടിവിലും പ്രാധാന്യം നൽകുന്നതിനെക്കാട്ടിലും അദ്ദേഹത്തിന്റെയോ അല്ലെങ്കിൽ അവരുടെയോ സ്വഭാവത്തിനാണ് ഏറ്റവും അധികം പ്രാധാന്യം നമ്മൾ നൽകേണ്ടത്. ആ പ്രാധാന്യം നൽകുമ്പോൾ നിങ്ങളുടെ ജീവിതം വളരെയധികം സുന്ദരമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ പങ്കാളിയെ അകമഴിഞ്ഞ് എല്ലാ കാലത്തും സ്നേഹിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ജീവിതത്തിൽ എടുക്കുക എന്ന് പറയുന്നത് വളരെയധികം പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇതിലെല്ലാത്തിനും ഉപരി ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എപ്പോഴും എല്ലാം തികഞ്ഞതായിരിക്കണം എന്ന് ഒരിക്കലുമില്ല. ജീവിതത്തിൽ കുറ്റങ്ങളും കുറവുകളും പിഴവുകളും പോരായ്മകളും എല്ലാം എല്ലാ രീതിയിലും ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇവിടെയൊക്കെ ഏറ്റവും അധികം പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ തമ്മിൽ ഒരു പിന്തുണ കൊടുക്കുക എന്നതാണ്. അതായത് സപ്പോർട്ട് സിസ്റ്റം ആവുക എന്നത് ഏറ്റവും അധികം പ്രാധാന്യമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ പിന്തുണച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് വളരെ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇത്രയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരേ കൃഷ്ണ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.